അപ്പോൾ ഇതാ നമ്മളെ ഫസ്റ്റ് ഒരു ഫാമിലീൻ്റെ അടുത്ത് എത്തിയതാണ് കേട്ടോ. നമ്മളെ കാത്ത് നിൽക്കുക ഇസൻ്റെ ഏറ്റവും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇസനെ. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ വിളിക്കാൻ പറഞ്ഞതായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പം ഉള്ളത് ആലുവയിലാണ് കേട്ടോ. നല്ല വ്യൂ ആണ് കേട്ടോ. കേട്ടോ സംഭവം സെറ്റ്. അവരെ വീടിൻ്റെ മുൻവശമാണ് ഇപ്പോൾ സൈഡ് വശം. എന്താണ് മാഷാള്ള ഈ ഇസനെ ഊഞ്ഞാലാട്ടം കൊണ്ടുപോവാണ്. അതൊന്നും വേണ്ട വേണ്ട വേണ്ട, നിങ്ങളെ കാണുന്നുള്ളത് നമുക്ക്. ഷൂട്ടില്ല, ഷൂട്ട് തരട്ടമ്മ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഷൂട്ട് തരട്ടെ. ഊഞ്ഞാലാണല്ലോ ഇഷ്ടമായത്. പക്ഷേ അല്ലാ, ഇസമോളെ സ്വന്തം സബ്സ്ക്രൈബറെ വീട്ടിലാട്ടോ നമ്മളുള്ളത്. എറണാകുളം ആലുവയില്. എങ്ങനെയുണ്ട്? അതോ അങ്ങനെ അത്ര പോകണ്ട, വീണ് പോകും. അടിപൊളി ജ്യൂസ് കുടിക്കുക കേട്ടോ, നല്ല മാങ്ങാ ജ്യൂസ്. പുനസ് എങ്ങനെയുണ്ട്? ഇസമോൾ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പറഞ്ഞു? സൂപ്പർ. രണ്ട് കയറും പിടിക്കണ്ട, അപ്പോഴാണ് വീഴുന്നത്. ആ മുന്നത്തെ കയറ് മാത്രം. ഇസമോക്ക് നല്ല രസമായിട്ട് പാർക്കിൽ വന്ന പോലെ. ഇസമോക്ക് ഭയങ്കര സന്തോഷമായി. ഊഞ്ഞാലാണ് ഒക്കെ ഏറ്റവും ഇഷ്ടമായത്. ഇതാരെ വീടാ ഇസമോളെ? പാർക്കിലേക്ക് വന്ന പോലെ നല്ല വൈബായിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കും. എന്റെ പൊന്നെ, ഇനി എന്തൊക്കെയാണ് കൊണ്ടുവന്ന് ചക്ക വെട്ടാൻ പോവാട്ടോ. ഇസമോളെ ചക്ക വെട്ടാൻ പോവല്ലേ? തൊടിയിലാണ് ചക്ക ഉള്ളത്. ഇതൊക്കെ ഇഷ്ടമല്ല ചക്ക. ആയുധമാണ്, വെച്ചുള്ള കളിയാണ്, സൂക്ഷിക്കണം. നല്ല പിടിച്ചോ, രണ്ട് കയറ്റു അടക്കൊക്കെ വേണ്ട. നമ്മളവിടെ പണി നമുക്കോ വീട്ടിൽ കൊണ്ടുപോവാനാ? ആ, നല്ല ചക്ക വാങ്ങിയിട്ട് വാട്ടോ. താത്താന് ഇഷ്ടായോ? എത്ര ചക്ക എത്തി നമ്മളെ? ഒരാൾ പോയി ഇരിക്കണുണ്ടോ? അവക്ക് ഇവിടെ ഞാൻ പറഞ്ഞില്ല, അവക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമായി. നീ പറഞ്ഞില്ലേ, നീ ഇവിടെ ആന്റിന്റെ ഒപ്പം നിന്നു. ഇവിടെ നിന്നോട്ടോ. അല്ല നല്ലേ, ഓക്കെ അല്ലേ? ചെറുതാ. ഇസമോക്ക് അവര് മുന്തിരി വേണമെന്ന് പറഞ്ഞപ്പോൾ അത് ഓർഡർ ചെയ്തപ്പോൾ എന്താ കിട്ടിയേ? എന്താ? ആരാ തന്നേ? എനിക്കും തന്നോ? മാഷാ അല്ലാഹ്,
അടിപൊളി അല്ലേ? കഴിക്കട്ടോ. സൂപ്പർ. എന്താ ബാക്കി മന്തിരിയ നീ കഴിച്ചോ? അപ്പോൾ അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമായി. ഞങ്ങൾ അവിടെ നിന്ന് എങ്ങനെ ഇറങ്ങി. ഞങ്ങളെ പെരുമ്പാവൂർ നമ്മളെ ദിനുക്ക വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അവരുടെ വീട്ടിലേക്കാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു എന്താ പറയുക സ്റ്റോറി ഇട്ടിരുന്നു, എറണാകുളത്തേക്ക് വരുന്നുണ്ട്, നമ്മളെ ഫോളോവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യണമെന്ന്. അപ്പോഴാണ് ഇവരെ നമ്മൾ കോൺടാക്ട് ചെയ്തത്. ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവരുടെ അടുത്തൊക്കെ ഇൻഷാല്ലാ പറ്റുകയാണെങ്കിൽ പോകണം.